लिहाजा आज मैंने अपने मुंबई में अंबोली पुलिस थाने पर इन लोगों के खिलाफ मैंने एफआईआर दर्ज कराई है, जिसमें വസീം റിജ്വി है, रवि सुधा चौधरी, माही നമ്മുടെ മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു കുംഭമേളയിലൂടെ പോപ്പുലറായ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് ഒരു സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആദ്യം പ്രഖ്യാപിച്ച ഒരു ഡയറക്ടറാണ് സനോജ് മിശ്ര. അപ്പോൾ സനോജ് മിശ്രയെ കുറിച്ച് ഏതാണ്ട് 2-3 ദിവസം മുമ്പ് ഹിന്ദി മാധ്യമങ്ങളിൽ, അതായത് ഓൺലൈൻ മാധ്യമങ്ങളാണ് പ്രധാനമായിട്ട്, അതിൽ ചില യൂട്യൂബ് ചാനലുകളുമുണ്ട്, ഹിന്ദി ഭാഷയിൽ ചില വീഡിയോകൾ വരെയാണ്. അതിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ, ഇദ്ദേഹത്തെ അറിയാമെന്ന് പറഞ്ഞ, മുൻകാലങ്ങളിൽ ഇദ്ദേഹവുമായി പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്ന ചിലര് ഇദ്ദേഹത്തെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇദ്ദേഹം മദ്യപാനിയാണ്, സ്ത്രീകളുടെ വിഷയത്തിൽ തൽപരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പൊ ഇതേ തുടർന്ന് മൊണാലിസയും ഇദ്ദേഹവും കൂടെ ഒന്നിച്ചിട്ടുള്ള കുറെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ സംശയത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. ഒരു 3 ദിവസം മുമ്പാണ് ശരിക്കും ഹിന്ദി മാധ്യമങ്ങൾ ഇത് കവർ ചെയ്യാൻ തുടങ്ങുന്നത്. ഇദ്ദേഹവും മൊണാലിസയും കൂടെ നമ്മുടെ കേരളത്തിൽ വരുന്ന സമയത്ത് തൊട്ടുള്ള കാര്യങ്ങൾ ഇവർ ഒന്നിച്ച് വരുമ്പോൾ, എന്ന് വെച്ചാൽ മൊണാലിസ എന്ന് പറയുന്നത് ഒരു 10, 15, 16 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഇപ്പോ ആ ഒരു വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു നടപടി എടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് സനോജ് മിശ്ര. അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന ആൾക്കാർക്കെതിരെ അദ്ദേഹം ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ. ആ പെൺകുട്ടിയുടെ, അത് കൊച്ചുകുട്ടിയാണ്, അവളുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്ന തരത്തിൽ മോശമായ രൂപത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയാണോ ഇതിന്റെ പിന്നിലുള്ളത് അവർക്കെതിരെയെല്ലാം താനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു മുഴുവൻ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം, ഒന്ന് കണ്ടു നോക്കുക. जब से मैंने कुंभ मेले से एक बच्ची मोनालिसा को लाकर फिल्म में लाने की कोशिश की और उसके लिए मैंने एक फिल्म अनाउंस की जिसका नाम है द डायरी ऑफ मणिपुर. इस निर्णय की पूरे देश ने बहुत सराहना की, लेकिन दूसरी तरफ उत्तर प्रदेश का एक कुख्यात अपराधी जो कि भगवा उड़कर बैठा हुआ है, जिसका नाम है वसीम रिजवी, जिसके ऊपर बहुत सारे मुकदमे, केस, बलात्कार तक के मामले लंबित हैं, उससे मेरी पुरानी रंजिश है और मेरे भी कई सारे मुकदमे उसके साथ लंबित चल रहे हैं, जो कि अभी न्यायालय में विचाराधीन है. इस घोषणा के बाद जब देश में मेरी तारीफ होने लगी तो उसी के बाद तुरंत उसके और उसके साथियों ने मेरे खिलाफ एक मोर्चा खोल दिया पूरे देश में बदनाम करने का, जिसमें यह आरोप लगाया कि मैं शराब पीता हूं और मैंने कई सारी लड़कियों के साथ बदतमीजी की, जबकि इनके कोई भी साक्ष्य उनके पास मौजूद नहीं है. लेकिन चूंकि मीडिया नेगेटिव चीजों को बहुत जल्दी चलाता है और मामला मोनालिसा से बच्ची के भविष्य के साथ जुड़ा हुआ था, इस बात को लेकर भी मीडिया ने इसको बहुत ज्यादा इस मैटर को हाईलाइट किया और पूरे देश में आज इसकी चर्चा बनी हुई है. लिहाजा आज मैंने अपने मुंबई में अंबोली पुलिस थाने पर इन लोगों के खिलाफ मैंने एफआईआर दर्ज कराई है, जिसमें वसीम रिजवी है, रवि सुधा चौधरी, माही आनंद, मारुत सिंह और टॉप सीक्रेट यूट्यूब चैनल है कोई छोटा सा, उसके मालिक हैं अभिषेक उपाध्याय. इन लोगों के खिलाफ मैंने यहाँ पर आज एफआईआर दर्ज कराई है. देश और दुनिया देख रही है कि जब कोई अच्छा काम करने के लिए निकलता है तो किस तरह से लोग बाधा पैदा करने की कोशिश करते हैं, किस तरह से टांग खींचने की कोशिश करते हैं. इसमें बहुत सारे लोग ऐसे जिनकी मैं शक्ल भी नहीं जानता हूं और 10-15 साल पहले कभी मिला था, वो लोग भी आरोप लगा रहे हैं हमारे ऊपर, और इस लिहाज से लगा रहे हैं कि आज मैं एक अच्छा काम करने के लिए निकला हूं और देश का आम आदमी जो है, आम नागरिक है जो, वो मेरे साथ है, वो मेरे साथ खड़ा है, मेरे लिए दुआएं कर रहा है और ऐसे ही करता रहे. बहुत बहुत धन्यवाद. സോ ഈ കാര്യത്തിൽ നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല. ഇദ്ദേഹം നല്ലവനാണോ എന്ന് നമുക്കറിയില്ല, മോശമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ മൊണാലിസയുടെ പാരന്റ്സ് ആണെങ്കിലും ബ്രദറും സിസ്റ്ററും ഒക്കെ ആ പെൺകുട്ടിയുടെ കൂടെ തന്നെയുണ്ട്. ലോകത്ത് മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ഇന്ന്. ഇന്ത്യയിൽ വളരെയധികം ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഫേസ് ആണ്. സോ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് ഇദ്ദേഹം പെരുമാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടയായി പോകുന്നു. പിന്നെ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ഇദ്ദേഹത്തോട് അസൂയുള്ള ഏതെങ്കിലും ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറഞ്ഞുണ്ടാക്കുന്നതാണോ, ഇനി ശരിക്കും ഇദ്ദേഹം അങ്ങനെ ഒരാളാണോ നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഒരു പരാതി കൊടുത്തു എന്ന് പറയുന്ന സ്ഥിതിക്കും, പിന്നെ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിക്കും അവരുടെ ഫാമിലിക്കും ഇദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപമില്ലാതിരിക്കുമ്പോൾ നമ്മൾ അതിൽ ആശങ്കപ്പെടേണ്ട എന്ത് കാര്യമാണുള്ളത്? തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു സിനിമ കിട്ടുന്നെങ്കിൽ, നല്ലൊരു ജീവിതം കിട്ടുന്നെങ്കിൽ അതല്ലേ നല്ലത്. അത് കിട്ടിക്കോട്ടെ.